കാട്ടിലെ യഥാർത്ഥ ഭീമൻ ആരാണ്? തെക്കേ അമേരിക്കയിലെ ചതുപ്പുകളിൽ ഒളിച്ചിരിക്കുന്ന അനാക്കോണ്ടയാണോ? അതോ ഏഷ്യയിലെ കാടുകളിലൂടെ ഇഴയുന്ന ശക്തനായ പൈത്തണാണോ? രണ്ടും ഭീമന്മാരാണ്, രണ്ടും പതുങ്ങിയിരുന്ന് ഇരപിടിക്കുന്ന മികച്ച വേട്ടക്കാരാണ്, ഇരുവർക്കും ഒട്ടും വിഷവുമില്ല. പിന്നെ ഇവർ തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം എന്താണ്? ലോകത്തിലെ ഈ ഭീമൻ പാമ്പുകളെ എങ്ങനെ പരസ്പരം തിരിച്ചറിയാം? ഇന്ന് നമ്മൾ അനാക്കോണ്ടയും പൈത്തണും തമ്മിലുള്ള ആ വ്യത്യാസങ്ങളാണ് നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായും കാണുക. ആദ്യം നമുക്ക് ഇവരുടെ രൂപവും വലുപ്പവും നോക്കാം. ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ പാമ്പാണ് പച്ച അനാക്കോണ്ട. പച്ച നിറത്തിൽ കറുത്ത പുള്ളികളുള്ള ഇവയ്ക്ക് 15 മുതൽ 26 അടിക്ക് മുകളിൽ വരെ നീളമുണ്ടാകും. പക്ഷേ ഇവരുടെ യഥാർത്ഥ പ്രത്യേകത നീളമല്ല, ഭാരമാണ്. ഒരു വലിയ അനാക്കോണ്ടയ്ക്ക് 250 കിലോയിലധികം, അതായത് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ സിംഹത്തോളം ഭാരമുണ്ടാകും. വളരെ തടിച്ച ശരീരപ്രകൃതിയാണ് ഇവരുടേത്. മറുവശത്ത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാമ്പാണ് റെറ്റിക്കുലേറ്റഡ് പൈത്തൺ. ഇവരുടെ ശരീരത്തിൽ വല പോലെയുള്ള മനോഹരമായ ഡിസൈനുകൾ കാണാം. ഇരുപത് മുതൽ 32 അടി വരെ, അതായത് ഒരു ജിറാഫിനേക്കാൾ നീളം വെക്കാൻ ഇവയ്ക്ക് കഴിയും. പക്ഷേ അനാക്കോണ്ടയെ അപേക്ഷിച്ച് ഇവയ്ക്ക് വണ്ണം കുറവായതിനാൽ ഭാരവും കുറവായിരിക്കും, ഏകദേശം 100 മുതൽ 150 വരെ കിലോ. ചുരുക്കത്തിൽ അനാക്കോണ്ട ഒരു വമ്പൻ ഗുസ്തിക്കാരനെപ്പോലെയാണെങ്കിൽ പൈത്തൺ നല്ല മെയ്വഴക്കമുള്ള ഒരു അഭ്യാസിയെപ്പോലെയാണ്. ഇനി ഇവർ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് നോക്കാം. അനാക്കോണ്ടകളെ പ്രധാനമായും തെക്കേ അമേരിക്കയിലെ ആമസോൺ കാടുകളിലും നദികളിലുമാണ് കാണുന്നത്. ഇവർ ശരിക്കും വെള്ളത്തെ സ്നേഹിക്കുന്നവരാണ്. ചതുപ്പുകളിലും ജലാശയങ്ങളിലും ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവരെ വാട്ടർ ബോവ എന്നും വിളിക്കാറുണ്ട്. വെള്ളത്തിനടിയിൽ ഒളിച്ചിരുന്ന് ശ്വാസമെടുക്കാനും ഇരയെ നിരീക്ഷിക്കാനും പാകത്തിൽ ഇവരുടെ കണ്ണുകളും മൂക്കും തലയുടെ മുകൾ ഭാഗത്താണ് ഉള്ളത്. മറുവശത്ത് പൈത്തണുകളെ ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കാണുന്നത്. റെറ്റിക്കുലേറ്റഡ് പൈത്തണുകൾ തെക്കുകിഴക്കൻ ഏഷ്യൻ കാടുകളിലാണ് കൂടുതലുള്ളത്. അനാക്കോണ്ടകളെപ്പോലെ എപ്പോഴും വെള്ളത്തിൽ കിടക്കാൻ ഇവർക്ക് ഇഷ്ടമല്ല. പകരം കരയിലൂടെ ഇഴയാനും മരങ്ങളിൽ കയറാനുമാണ് ഇവർക്ക് കൂടുതൽ താൽപ്പര്യം. എങ്കിലും അത്യാവശ്യം നന്നായി നീന്താനും ഇവർക്കറിയാം. ഇവരുടെ സ്വഭാവവും വേഗതയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അനാക്കോണ്ടകൾ ഭാരം കൂടുതലുള്ളതുകൊണ്ട് കരയിൽ വളരെ പതുക്കെ മാത്രമേ സഞ്ചരിക്കൂ. എന്നാൽ വെള്ളത്തിലിറങ്ങിയാൽ ഇവർക്ക് മണിക്കൂറിൽ 16 കിലോമീറ്ററോളം വേഗതയിൽ അതിവേഗം നീന്താൻ കഴിയും. അതുകൊണ്ട് എന്തെങ്കിലും അപകടം വന്നാൽ ഇവർ വേഗം വെള്ളത്തിനടിയിലേക്ക് മുങ്ങിമറയും. എന്നാൽ പൈത്തണുകൾ കൂടുതലും രാത്രിയിലാണ് ഇരതേടുന്നത്. ഇവരുടെ ശരീരത്തിലെ ഡിസൈൻ കാട്ടിലെ കരിയിലകൾക്കിടയിൽ ഒളിച്ചിരിക്കാൻ വളരെ സഹായിക്കും. കരയിലൂടെ ഇഴയാനും മരത്തിൽ കയറാനും മിടുക്കരാണെങ്കിലും ഇവരും വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നവരല്ല. രണ്ടുപേരും പതുങ്ങിയിരുന്ന് പെട്ടെന്ന് ആക്രമിക്കുന്ന ആംബുഷ് ഹണ്ടിംഗ് രീതിക്കാരാണ്. കാഴ്ചശക്തി കുറവാണെങ്കിലും നാവ് പുറത്തേക്കിട്ട് കാറ്റിലെ മണം പിടിക്കാനും ഇരകളുടെ ശരീരത്തിലെ ചൂട് മുഖത്തെ പ്രത്യേക അവയവങ്ങൾ വഴി തിരിച്ചറിയാനും ഇരുവർക്കും അപാരമായ കഴിവുണ്ട്. അതുപോലെ കാലൊച്ചയുടെ ചെറിയ കുലുക്കം പോലും ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. വേട്ടയാടുന്ന കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഒരുപോലെയാണ്. ഇവർക്ക് രണ്ടുപേർക്കും വിഷമില്ല. പകരം ഇരയെ കടിച്ചു പിടിച്ച ശേഷം ശരീരത്തിൽ വരിഞ്ഞുമുറുക്കി ശ്വാസം മുട്ടിച്ചാണ് ഇവർ കൊല്ലുന്നത്. ഇര ഓരോ തവണ ശ്വാസം പുറത്തുവിടുമ്പോഴും ഇവർ കൂടുതൽ മുറുക്കും. അങ്ങനെ ശ്വാസം കിട്ടാതെയാണ് ഇരകൾ ചാവുക. ഇവരുടെ പല്ലുകൾ പിന്നോട്ട് വളഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇരയ്ക്ക് ഒരിക്കലും രക്ഷപ്പെടാനും കഴിയില്ല. ഇവർക്ക് വളരെ അയവുള്ള താടിയെല്ലുകളാണുള്ളത്.
അതുകൊണ്ട് സ്വന്തം തലയേക്കാൾ വലിയ ഇരയെപ്പോലും വായ വലുതായി തുറന്ന് ഇവർക്ക് മുഴുവനായി വിഴുങ്ങാൻ കഴിയും. വലിയ ഇരകളെ വിഴുങ്ങുമ്പോൾ ശ്വാസമെടുക്കാൻ തൊണ്ടയിൽ ഒരു പ്രത്യേക കുഴലും ഇവർക്കുണ്ട്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇവർ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അനാക്കോണ്ടകൾ വെള്ളത്തിനടുത്തു വരുന്ന മൃഗങ്ങളെയാണ് കൂടുതലും പിടിക്കുന്നത്. മീനുകൾ, ആമകൾ, കാപ്പിബാര പോലെയുള്ള മൃഗങ്ങൾ, കാട്ടുപുനികൾ, എന്തിനേറെ പറയുന്നു മുതലകളെയും ചിലപ്പോൾ ജാഗ്വാറുകളെ വരെ ഇവർ വിഴുങ്ങാറുണ്ട്. എന്നാൽ പൈത്തണുകൾ കരയിലുള്ള മൃഗങ്ങളെയാണ് കൂടുതലും പിടിക്കുന്നത്. എലികൾ, പക്ഷികൾ, കുരങ്ങുകൾ, മാനുകൾ എന്നിവയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഗുഹകളിൽ നിന്ന് വവ്വാലുകളെപ്പോലും ഇവർ പിടിക്കാറുണ്ട്. എലികളെ തിന്നുന്നതുകൊണ്ട് ഇവർ കർഷകർക്ക് വലിയ ഉപകാരമാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ തെക്കേ അമേരിക്കയിലെ വെള്ളത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭാരം കൂടിയ പാമ്പുകളാണ് അനാക്കോണ്ടകൾ. എന്നാൽ ഏഷ്യയിലും ആഫ്രിക്കയിലുമുള്ള മരത്തിൽ കയറാനും കരയിലൂടെ ഇഴയാനും ഇഷ്ടപ്പെടുന്ന നീളം കൂടിയ പാമ്പുകളാണ് പൈത്തണുകൾ അഥവാ മലമ്പാമ്പുകൾ. വിഷമില്ലെങ്കിലും ഈ രണ്ട് ഭീമന്മാരും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇനി നിങ്ങൾ എവിടെയെങ്കിലും ഒരു വലിയ പാമ്പിനെ കണ്ടാൽ അത് അനാക്കോണ്ടയാണോ അതോ പൈത്തണാണോ എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാമല്ലോ. അപ്പോ കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ രണ്ട് ഭീമന്മാരിൽ നിങ്ങളെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ആരെയാണെന്ന് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വിസ്മയങ്ങൾക്കായി നമ്മുടെ വണ്ടർ വേൾഡ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടി തന്നേക്ക്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.